ഇത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കണമെന്നുള്ള ഒരു ഡിമാൻഡ്. അതിന് തീരുമാനം ഉണ്ടാക്കുന്നത് തൽക്കാലം മുന്നണിയിൽ നിന്ന് മാറി നിൽക്കാനാണ് തീരുമാനിച്ചത്. അന്ന് പല വിവാദങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് ബന്ധം വിട്ടുവന്നതിന്റെ പേരിലാണ് അന്ന് 1999 കേരളം 4 കൊല്ലം കാലാവധിയുള്ള നിയമസഭ അന്ന് നാരായണന്റെ നേതൃത്വത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് തിരിച്ചു. ആ സമയത്താണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും മുസ്ലിം ലീഗ് തിരിച്ചു വരികയൊക്കെ ചെയ്തല്ല. രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് 91 മെയ് മാസത്തിലാണ്. പക്ഷെ ഞങ്ങൾ 91 പിന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവസാനം കോൺഗ്രസ് നേതൃത്വമായി അന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഗുലാം മുഹമ്മദ് ബനാദ് സാഹിബ് മുൻകൈ എടുത്ത് കോൺഗ്രസ് നേതൃത്വമായി അന്ന് സംസാരിച്ചു. അന്ന് ലീഗ് കെ കരുണാകരൻ സാറും ശ്രീ വക്കം വിശ്വനാഥനുമൊക്കെ അടക്കമുള്ള ആളുകൾ ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തി മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് വീണ്ടും 91 കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ആ തെരഞ്ഞെടുപ്പ് സമയത്താണ് 91 ജൂൺ 12 തീയതി ആ കാലഘട്ടം മെയ് 20 ജൂൺ 12 തീയതി തെരഞ്ഞെടുപ്പ്. ആ സമയത്താണ് രാജീവ് ഗാന്ധി ഈ രീതിയിൽ ചിന്തിച്ചപ്പോ ഒരു തരത്തിലും CPM ആയിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ കാണുന്നില്ല. CPM ആയിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ കോൺഗ്രസുമായിട്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ CPM ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് CPM തന്നെ അറിയുമല്ലോ. ഇപ്പൊ CPM നേതാവ് കാനം രാജേന്ദ്രൻ പറഞ്ഞു, ന്യൂനപക്ഷ പ്രീണനം മതേതരത്വം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രീണനം എന്ന രീതിയിൽ ഇടതുപക്ഷ പാർട്ടികൾ ചിന്തിച്ചതുകൊണ്ടാണ് ഇവിടെ അരുവിക്കരയിൽ തിരിച്ചടി നേരിട്ടതും ഇപ്പോൾ BJP വളരുന്നതും. അപ്പൊ അതുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിച്ചിട്ട് എല്ലാവരെയും മതേതരത്തെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ CPM നേതാവ് കാനം രാജേന്ദ്രൻ പറഞ്ഞതിനെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ പൊതുവെ ഒരു ധാരണ ഉണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതേതരത്വ മുന്നണിയാണെന്നുള്ള ഒരു ധാരണ അവരുണ്ട്. അത് അവര് സ്വയം പറയുന്നു. 38 കൊല്ലമായി ബംഗാൾ ഭരിക്കുന്ന CPM ഭരിച്ച ബംഗാളിൽ 2.25 കോടി മുസ്ലിങ്ങളുണ്ട്. ബംഗാളിലല്ലേ സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞത്, എവിടെയാണോ ഒരു വികസനം അവസാനിക്കുന്നത്, എവിടെയാണോ ഒരു വികസനം എത്താത്തത്, ആ പ്രദേശങ്ങളാണ് പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗം താമസിക്കുന്ന സ്ഥലങ്ങൾ. എവിടെയാണോ ഒരു റോഡ് താറിട്ട് അവസാനിച്ച് അവർന്ന് അങ്ങോട്ട് ഈ ചെമ്മൺ പാതകൾ, അത് ചുവന്ന മണ്ണുള്ള സ്ഥലങ്ങൾ കാണുന്ന പ്രദേശങ്ങളൊക്കെ ന്യൂനപക്ഷങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് പറയും. 38 കൊല്ലം ബംഗാൾ ഭരിച്ച ആൾക്കാരാണ്. അവിടെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം കൊടുക്കുന്നത് അവിടെ ആ വോട്ട് കിട്ടായിരുന്നു 38 കൊല്ലമായിട്ട്. പിന്നെ ഇവിടെ ന്യൂനപക്ഷ പ്രകടനമുണ്ടോ? ഇവിടെയല്ലേ ഏത് കാര്യത്തിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾ ശരീരത്തിനെ സംബന്ധിച്ച് മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് ഒക്കെ CPM ഇവിടെ ന്യൂനപക്ഷ പ്രകടനം നടത്തിയിട്ടുള്ളൂ. ഞാൻ ചെയ്യട്ടെ, ഒരു 1989 തെരഞ്ഞെടുപ്പ് BJPയുമായി സഖ്യം ചെയ്ത് BJPക്ക് 82 നിന്നും 89 പാർലമെന്റ് അംഗങ്ങൾ വന്ന് 89 അന്നത്തെ അദ്വാനിന്റെയും അതുപോലെ വാജ്പേയിയുടെയും നേതൃത്വത്തിലുള്ള ഒത്തായ വരുന്ന CPMന്റെ നേതാക്കന്മാർ പോയി പങ്കെടുത്തില്ലായിരുന്നു. അന്ന് എവിടെയെങ്കിലും ന്യൂനപക്ഷ പ്രകടനം? ഈ BJP വളർത്തിയതും ആരാണ്? CPM തന്നെ. പിന്നെ സ്വന്തം കാലിലെ മണ്ണ് ചുവന്നത് എന്താണെങ്കിലും ആ പാർട്ടിയാണ് പരിശോധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ 28-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഡിമാൻഡ് ചർച്ചയിൽ ഞാൻ CPMന്റെ നേതാക്കന്മാരോട് ചോദിച്ചത്, ആരാണ് ആ പാർട്ടിയുടെ നേതാവ്? സ്വന്തം പാർട്ടി സെക്രട്ടറി പറയുന്നതല്ല പാർട്ടിയുടെ അഭിപ്രായമെന്ന് ആര് പറയുന്നു? VS അച്യുതാനന്ദൻ പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആരാണ് പാർട്ടിയുടെ അഭിപ്രായം പറയുന്നത്? ആരാണ് ആ പാർട്ടിയുടെ ആ പറഞ്ഞ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 3 മാസമായി നമ്മളെല്ലാവരും കൊണ്ടാണ് പുതിയ സംസ്ഥാന കമ്മിറ്റി വന്നു. പുതിയ സംസ്ഥാന കമ്മിറ്റി വന്നപ്പം VS പാർട്ടി അച്ചടക്കം പാലിക്കണം, VS പാർട്ടി വിരുദ്ധനാണ്, VSനെതിരെ പ്രമേയം പാസാക്കി, VSനെ ഇനി വെച്ച് ഉറപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞത് സഖാവ് പിണറായിയും സഖാവ് കോടിയേരിയും ഒക്കെയാണ്. ആ പാർട്ടി തന്നെയാണ് അതിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ പബ്ലിക്കിനെ കാണുന്നില്ല, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഒരു സ്റ്റേജിലില്ല. സ്റ്റേജിൽ ആരാണ്ടത്? VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും ഒരുമിച്ച് സ്റ്റേജിലില്ല. ഉണ്ടോ? ഇല്ലല്ലോ. VS അച്യുതാനന്ദൻ ഒരുമിച്ചില്ല. ഇല്ല. മൂന്നാളെ ഫ്ലക്സ്. മുമ്പൊക്കെ ഫോട്ടോ ഒന്നും പാടില്ലാതായിരുന്നു മാർഗം. ഇപ്പൊ കാലം മാറി, എല്ലാവരും ഫ്ലക്സും വേണം. ആ ഫ്ലക്സിനൊന്നും പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും VS അച്യുതാനന്ദന്റെയും ഫോട്ടോ ഇല്ലല്ലോ. ആകേണ്ടത് CPMന്റെ പ്രചരണ നടത്തിയത് ഒന്ന് അദ്ദേഹം തന്നെ അഴിമതി ചെയ്യുമെന്ന് പറഞ്ഞ R ബാലകൃഷ്ണപിള്ള, പിന്നെ ഒന്ന് KB ഗണേഷ് കുമാർ. VS വരുമ്പോൾ ആളെ കൂട്ടുന്നതിന് വേണ്ടി സാധാരണ നമ്മൾ മിമിക്രിയും ഒക്കെ നടത്തുന്ന മാതിരി KB ഗണേഷ് കുമാർ പ്രസംഗിച്ച. ഞാൻ അരുവിക്കരയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയപ്പോൾ ഞാൻ ഈ
കേൾവിക്കാരുടെ കൂട്ടത്തിൽ ഞാനും ഒന്നും പ്രസംഗങ്ങളൊക്കെ കേട്ടു. അപ്പൊ ഗണേഷ് പ്രസംഗിക്കാൻ പിന്നെ അപ്പൊ VS വന്നു. ആ VS വന്നു കഴിഞ്ഞ് VSന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് വീണ്ടും പ്രസംഗിക്കുന്ന ആരാണ്? KV ഗണേഷ് കുമാർ. മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇടതുപക്ഷത്തിലെ വേറെ നേതാക്കന്മാരുന്നില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടി വിരുദ്ധൻ എന്ന് പറയുന്ന ആള് തന്നെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ലോകത്ത് CPM-ന് കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ? ആരാണ് പാർട്ടിയുടെ നേതാവ്? അതുകൊണ്ട് തന്നെ അവർ അണികൾ ആരനുസരിക്കണം?